നമസ്കാരം ജോയ് ചേട്ടാ. ജോയ് ചേട്ടനെ പാലായ ഒരു മാസത്തോളം ജോയ് ചേട്ടനെ പാല മിസ് ചെയ്തു. പാലാക്കാര് ജോയ് ചേട്ടൻ എവിടെ പോയി എന്ന് പലരും അന്വേഷിക്കുന്നുണ്ടായിരുന്നു. എവിടെ പോയതായിരുന്നു, എങ്ങനെയായിരുന്നു വിശേഷങ്ങൾ? ഞാൻ പാലായിൽ നിന്ന് ജനിച്ച കാലം മുതൽ പാലായ 1ാം ക്ലാസ് പഠിക്കുന്ന പോലെ ഈ പാലായിൽ ഉണ്ടായ ഒരാളാണ്. ജീവിതത്തിൽ ആദ്യമായിട്ട് 65 വർഷത്തിനിടയിൽ ആദ്യമായി ഒരു വിദേശ രാജ്യം പോയി കാണാനൊരു സന്ദർഭം കിട്ടി. അത് മറ്റൊന്നല്ല, വിദേശത്തുള്ള എൻ്റെ മകൻ്റെ വീട്ടുപേര് പോയി. എന്തായാലും ആ പോക്ക് വളരെ ജീവിതത്തിൽ ഏറ്റവും സ്വർഗീയമായ ഒരു അനുഭവമാണ്. അനുഭവം എന്ന് പറഞ്ഞാൽ അവിടുത്തെ സാമൂഹ്യ വ്യവസ്ഥിതി, പൗരന്മാർക്ക് നൽകുന്ന സംരക്ഷണം, പൗര അവകാശങ്ങളെ സംരക്ഷിക്കുക, ഒരു സർക്കാർ എങ്ങനെയാണ് സംരക്ഷിക്കപ്പെടുക എന്ന് കണ്ടുപഠിക്കാനും മനസ്സിലാക്കാനും അനുഭവിച്ച് അറിയാനും അതുകൊണ്ട് കഴിഞ്ഞു എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും ചുരുങ്ങിയ വാക്കുകൾ പറയാനുള്ളത്. അപ്പോൾ നമ്മൾ ജോയ് ചേട്ടനെ ഇത്രയും വർഷം ഇന്ത്യയിൽ ജീവിച്ചു. അതിനുശേഷം ഇപ്പോൾ ഓസ്ട്രേലിയ പോയി കണ്ടിരിക്കുകയാണ്. ഓസ്ട്രേലിയയിൽ സംബന്ധിച്ച് നമ്മുടെ ഇന്ത്യയുമായിട്ട് നോക്കുമ്പോൾ എന്താണ് അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം കാണാൻ പറ്റിയത്? പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് വെച്ചാൽ, ഇന്ത്യ രാജ്യത്ത് പൗരാവകാശങ്ങളെ ഹനിക്കപ്പെടുന്ന ഭരണ സംവിധാനം, സാമൂഹ്യ വ്യവസ്ഥയാണ് നിലനിൽക്കുന്നത്. അത് ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ 2005 ലോകസഭ പാസാക്കിയ വിവരാവകാശ നിയമം പോലും ഇന്ന് നോക്കുകുത്തിയാക്കി അതിന് ജനങ്ങളുടെ അറിയാനുള്ള അവകാശത്തെ പോലെ ഹനിക്കപ്പെടുന്ന നിലപാടാണ് ഭരണാധികാരും ഭൂരിപക്ഷം ഉദ്യോഗസ്ഥന്മാരും സമീപിക്കുന്നത്. ഈ സമീപനം തന്നെയാണ് രാജ്യത്തെ പിന്നോക്കം കൊണ്ടുവന്നത്. രാജ്യത്തെ ഭരണാധികാരികൾ, അതായത് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ വിദ്യാഭ്യാസ എത്രയെന്ന് ഒരു ദേശീയ പാർട്ടി നേതാവ് ഡൽഹി മുഖ്യമന്ത്രിയെ ചോദിച്ചിട്ട് അദ്ദേഹത്തിനെതിരെ നിയമ നടപടിയെടുക്കുന്ന അത്ര നീചമായ ഒരു വ്യവസ്ഥയുള്ള ഒരു രാജ്യം ലോകത്തും വേറെ ഒരിടത്തും കാണുകയില്ല. അതേസമയത്ത് മറ്റൊരു ഏതൊരു രാജ്യത്തിനും പൗരാവകാശങ്ങൾ ഏതൊരു ഭരണാധികാരിയുടെ പൊതുവായിട്ടല്ല ഏത് കാര്യങ്ങളും അറിയാനുള്ള അവകാശം സംരക്ഷിക്കപ്പെടുകയും ഏതൊരു പൗരൻ ചോദിച്ചാൽ കൃത്യമായ മറുപടി നൽകുകയും ചെയ്യുന്ന ഒരു സംവിധാനം മറ്റേത് രാജ്യങ്ങളും കാണുന്നുണ്ട്. ഓസ്ട്രേലിയ തുടങ്ങിയ വികസിത രാഷ്ട്രങ്ങളാക്കുന്നത്. അപ്പം ജനങ്ങള് രാഷ്ട്രീയ ചിന്തകൾക്ക് അടിമയായി മാനസിക അടിമത്തത്തിൽ നിന്ന് ഉണർന്ന് ഒരു സാമൂഹ്യപര മാറ്റത്തിന് വേണ്ടി നിലകൊള്ളേണ്ട സമയമാണ് ഇപ്പോൾ ഈ ഇലക്ഷൻ കാലഘട്ടം. ജനം അഡിക്റ്റായി മാറാതെ നല്ലൊരു സാമൂഹ്യ വ്യവസ്ഥയ്ക്ക് വേണ്ടി ഏറ്റവും ക്രിയാത്മകമായി പ്രവർത്തിക്കുകയും പ്രതികരിക്കുകയും വോട്ടിങ് ചെയ്യുകയും ചെയ്യേണ്ട ഒരു കാലഘട്ടമാണ്. ഇല്ലെങ്കിൽ നമ്മളെല്ലാം വീണ്ടും ബ്രിട്ടീഷ് ആധിപത്യത്തിലേക്ക് പോകുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥയും, ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നും നാടുവാഴി ഭരണത്തിൽ നിന്നും രാജഭരണത്തിൽ നിന്നും മോചനം കിട്ടി എന്ന് അവകാശപ്പെടുമ്പോഴും ജനാധിപത്യം വീണ്ടെടുത്തു എന്ന് പറയുമ്പോഴും ജനങ്ങൾ വോട്ട് ചെയ്യാനുള്ള ഒരു യന്ത്രങ്ങളായി മാറുകയാണ്. വോട്ട് ചെയ്യാനുള്ള യന്ത്രമായി മാറിയപ്പോരാ, വോട്ട് ചെയ്യുന്ന ജനങ്ങൾ ചിന്തിക്കുന്ന ഓരോ വോട്ടായിരിക്കണം. ആ വോട്ടിന് അതിൻ്റെ വില ഉണ്ടായിരിക്കണം. അത് അങ്ങനെ വിലയേറിയ വോട്ട് എന്ന് പറയുമ്പോൾ ചിന്തിച്ച് തൻ്റെ ചിന്തയ്ക്ക് അധിഷ്ഠിതമാകണം ഓരോ വോട്ടും. അല്ലാതെ മറ്റൊരാളുടെ അഡിക്റ്റായി മാറുന്ന വോട്ടായി നമ്മൾ വോട്ട് ചെയ്യുന്ന ഒരു യന്ത്രമായി മാറുന്നത് മാത്രമാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. ഇപ്പം നമ്മൾ കോട്ടയത്തെ സംബന്ധിച്ചിടത്തോളം കോട്ടയത്ത് 3 സ്ഥാനാർത്ഥികളാണ് പ്രധാനമായിട്ടും ഉള്ളത്. അതിൽ തന്നെ ഇന്ത്യ മുന്നണിക്ക് 2 സ്ഥാനാർത്ഥിയുണ്ട്. അപ്പം ജോയ് ചേട്ടന് ഈ സ്ഥാനാർത്ഥികളെ പരിചയമുണ്ടോ? ഇവരെ എത്ര കാലമായിട്ട് അറിയാം? ഇവരിൽ ആരെങ്കിലും എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്തതായിട്ട് ജോയ് ചേട്ടൻ അറിയാവോ? ഈ 2 സ്ഥാനാർത്ഥികളും പറഞ്ഞാൽ ഒരു പ്രാദേശിക പാർട്ടിയുടെ 2 സ്ഥാനാർത്ഥികളാണ്. ഒരു പ്രാദേശിക പാർട്ടി പുലർന്ന് ഉണ്ടായ 2 മുന്നണിയിലായിട്ട് നിൽക്കുന്ന UDP LDPയിലായിട്ട് നിൽക്കുന്ന പ്രാദേശിക പാർട്ടി, അവർക്കൊക്കെ എത്ര കണ്ട് അവിടെ മുന്നേറാൻ പറ്റുമെന്നുള്ളത് കണ്ടുവരണം. അത് ഒരു പ്രാദേശിക പാർട്ടിയാണെന്ന് പറഞ്ഞാലും കൊല്ലത്തെ പ്രേമേന്ദ്രൻ വളരെ സമർത്ഥനും മിടുക്കനും കാര്യക്ഷമമായി കാര്യങ്ങൾ പഠിച്ച് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ പോലെ ഉള്ളവരാണെങ്കിൽ വളരെ ക്രിയാത്മക സ്വാഗതാർഹമായ ഒരു സ്ഥാനാർത്ഥിയായിരിക്കും. പക്ഷെ ഇവിടുത്തെ സ്ഥാനാർത്ഥികളെ കുറിച്ച് അത്ര പഠനാർഹമായി വിഷയങ്ങൾ, സാമൂഹ്യ വിഷയങ്ങൾ പഠനാർഹമായി അവതരിപ്പിക്കേണ്ട വേദിയിൽ, ലോകസഭയാണെങ്കിൽ ലോകസഭയിൽ അവതരിപ്പിക്കേണ്ട വേദിയിൽ അവതരിപ്പിക്കേണ്ട സമയത്ത് അവതരിപ്പിക്കുകയും ആ ജനോപകാരപ്രദമാക്കിയെടുക്കുകയും ശ്രമിക്കുകയും ചെയ്യുന്ന പരാജയം ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്ക് ശക്തമായ സംശയമുണ്ട്. എന്നുവെച്ചാൽ അവരെ അത്ര അങ്ങോട്ട്, പിന്നെ ഒരു മുന്നണിയുടെ അടിസ്ഥാനത്തിൽ ക്രിയാത്മകമായി തമ്മിൽ ഭേദം തൊമ്മെന്ന് വരെ നാട്ടുവർത്താനം പറഞ്ഞാൽ ആ രീതിയിൽ കൊള്ളാവുന്ന ഒരു സ്ഥാനാർത്ഥി അവിടെ നമുക്ക് ജയിപ്പിച്ച് വിടാതിരിക്കാൻ പറ്റുകയില്ല. സമൂഹത്തിനും സാമൂഹ്യ വ്യവസ്ഥയ്ക്കും
അനുകൂലമായി ഗുണകരമായി മാറുന്ന ഒരു സ്ഥാനാർത്ഥി തന്നെ നമുക്കിവിടെ ജയിപ്പിച്ചു വിടേണ്ടതായിട്ടുണ്ട്. അത് ഒരു രാഷ്ട്രീയപരമായി വർഗീയപരമായി അതിനപ്പുറം ചിന്തിക്കുന്ന ഒരാളും സ്ഥാനാർത്ഥി ആയിരിക്കണം. അതാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. അപ്പം ഈ ഫ്രാൻസിസ് ജോർജിന് ഇതിനു മുമ്പ് ഏതെങ്കിലും ഒരു MLA ആയിട്ടോ MP ആയിട്ടോ പരിചയമുണ്ടോ ജോയി ചേട്ടൻ? പുള്ളി ഇടുക്കി ജില്ലയിലെ ഒരു MP ആയിരുന്നു പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പുള്ളിയുടെ നിലപാട് പറഞ്ഞാൽ എത്ര കണ്ട് വ്യക്തിപരമായി ആ വ്യക്തി എനിക്ക് അറിയത്തില്ല. വ്യക്തിപരമായി പുള്ളിക്ക് എന്നെ അറിയത്തില്ല. നമുക്കിങ്ങനെ അറിയാൻ വായിച്ച് പഠിച്ചും ഇപ്പം ദിവസവും പത്രങ്ങളിൽ കൂടി പുള്ളിയുടെ നോമിനേഷൻ കൊടുക്കുമ്പോൾ മുതൽ പുള്ളിയുടെ ചരിത്രവും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. എന്നല്ലാണ്ട് അതിനപ്പുറത്തോട്ട് പുള്ളിയുടെ ഫാദർ മറ്റേ ഒരു ഉന്നത സാമൂഹ്യ നേതാവായിരുന്നു, രാഷ്ട്രീയത്തിലെ ഉന്നത നേതാവായിരുന്നു. പക്ഷെ ആ ഒരു വ്യക്തിത്വം കൂടുതൽ സാധാരണക്കാരിലേക്ക് കടന്നു വരാൻ, സാധാരണക്കാരുടെ ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളും കഷ്ടപ്പാടുകളും എന്താണെന്ന് തിരിച്ചറിഞ്ഞാൽ അവരുടെ ബുദ്ധിമുട്ടുകൾ ഏറ്റെടുക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയായിരിക്കണം സ്ഥാനാർത്ഥി നമ്മുടെ MP ആയി വരേണ്ടത് എന്നാണ് എനിക്ക് അവസരത്തിൽ പറയാനുള്ളത്. തോമസ് ചാഴികാടൻ ഇപ്പം നിലവിലുള്ള MP ആണ്. അദ്ദേഹത്തിന് MP ഫണ്ടായിട്ട് തന്നെ കോടികൾ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് ഈ കഴിഞ്ഞ 5 വർഷം നമ്മുടെ കോട്ടയം നിയോജക മണ്ഡലത്തിലേക്ക് MP ഫണ്ടായിട്ട് വിനിയോഗിച്ച എന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് ജോയി ചേട്ടൻ ഓർമ്മയുണ്ടോ? ഈ എല്ലാ പ്രതിനിധികളും പറയും MP ഫണ്ട്, MLA ഫണ്ട്. ഈ MLA ഫണ്ട് എന്ന് പറയും MP ഫണ്ട് എന്ന് ജനങ്ങളെ ഊറ്റിപ്പിഴിഞ്ഞെടുക്കുന്ന ടാക്സാണ്. അത് ഇവരുടെ ആരുടെയും അവതാരമല്ല. ഇവരുടെ ലോകസഭയിലെ MPമാരുടെയോ അല്ലെങ്കിൽ ജയിച്ചു പോകുന്ന അവരതിൻ്റെ അതിൻ്റെ ഒരു വിഹിതം കൂടെ കൈപ്പറ്റുന്ന ആൾക്കാർ ഇതെല്ലാം തന്നെ. എൻ്റെ വ്യക്തമായ ഒരു അഭിപ്രായമാണ് പറഞ്ഞത്. എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് അവരൊക്കെ ഇതിൻ്റെ പേരിൽ പ്ലസ് ബോർഡും വെച്ച് അങ്ങനെ പ്ലസ് ബോർഡും വെച്ച് അതിൻ്റെ പേര് വഴിനീളെ പ്ലസ് ബോർഡും ഉണ്ടാക്കി വെച്ച് പേരും കല്ലേ കുത്തി വെച്ച് ഈ നടക്കുന്നത് തന്നെ തെറ്റായ നടപടിയാണ്. എന്നുവെച്ചാൽ അത് ശരിയല്ല. ജനങ്ങളുടെ അധ്വാനിച്ചുണ്ടാക്കുന്ന ജനങ്ങളെ അമിതമായ നികുതി നൽകി ചൂഷണം ചെയ്ത് വാങ്ങിച്ചെടുക്കുന്ന പണത്തിന്റെ ഒരു വിഹിതം അത് 1 കോടി അനുവദിക്കുന്നുണ്ടെങ്കിൽ അത് അതിന്റെ എന്തിനു വേണ്ടി ഉപയോഗപ്പെടുന്നോ അതിന് 50% ഉള്ളൂ, 60% കൂടി അവിടെ വിനിയോഗിക്കപ്പെടുന്ന പോലും ഇല്ല. അതിന് ബാക്കി തുക 40% തുക 40 ലക്ഷം, 1 കോടിയാണ് 40 ലക്ഷത്തോളം രൂപ അത് പലരുടെ പോക്കറ്റിൽ പോകുന്നിട്ടാണ് എനിക്ക് കാണാനും അറിയാനും കഴിഞ്ഞിട്ടുള്ളത്. അതുണ്ടാകാതിരിക്കട്ടെ.